നമസ്കാരം സാർ. ആരോട് ചോദിച്ചിട്ടാണ് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ അയാൾ സമ്മതിച്ചില്ല. ഉണ്ണിയുടെ അമ്മാവൻ. ആകെ പൊളിഞ്ഞല്ലോ. ഉണ്ണിയുടെ ബ്രദർ എത്തിയിട്ടുണ്ട്. എവിടെ? ദാ അവിടെ. കണ്ടോലൻസ്. ബുദ്ധിമുട്ടിക്കുകയാണെന്നറിയാം, എങ്കിലും എനിക്കൊരല്പം സംസാരിക്കാനുണ്ട്. വരൂ. വല്ലാത്ത ദുരന്തമായി പോയി. ഒരു ധീര സഖാവിന് മാത്രമല്ല, കൂടപ്പിറപ്പിനെയാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. ഒരഭ്യർത്ഥനയുമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഉണ്ണിയുടെ മൃതദേഹം പാർട്ടിക്ക് വിട്ടുതരണം. സ്വയം ഏറ്റെടുത്ത സമരത്തിന്റെ ബലിത്തയിൽ സ്വയം ഹോമിച്ച രക്തസാക്ഷിയാണവൻ. ധീരനായ പോരാളി. അവനെക്കുറിച്ച് നിങ്ങൾക്കെന്നും അഭിമാനിക്കാം. 10 മണിക്ക് മൃതദേഹം ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കാനാ തീരുമാനം. അതിനുശേഷം നഗരം ചുറ്റി വിലാപയാത്ര. വൈകിട്ട് 5-ന് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ സംസ്കാരം. ബുദ്ധിമുട്ടില്ലെങ്കിൽ മിസ്റ്റർ ഹരീഷിനും പങ്കെടുക്കാം. പ്ലീസ്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒന്നും മനസ്സിലാവുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. ഒരു രക്തസാക്ഷിയുടെ മൃതദേഹം പാർട്ടിയുടെ അവകാശമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അലങ്കരിച്ച വാഹനവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദ്രോഹികൾ. അവന്റെ ജീവിതം നിങ്ങൾ തട്ടിയെടുത്ത് നശിപ്പിച്ചു. ഇനിയിപ്പം മരിച്ചു കിടക്കുന്നതിന്റെ ഉണ്ണിയുടെ ശരീരം കൂടെ വേണോ നിങ്ങൾക്ക്? മിസ്റ്റർ, നിങ്ങളുടെ വികാരം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഒരു ചെറിയ കാര്യം നിങ്ങൾ അവനെ അടിച്ചിറക്കിയതാ. നിങ്ങൾ അന്ന് അവൻ അഭയം കൊടുക്കാൻ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന ഈ സെന്റിമെന്റ്സ് ഉണ്ടല്ലോ, ഇതിന്റെ 10-ന്റെ അംശം അന്ന് അവനോട് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ നാടകം കാണുമ്പോൾ ഞങ്ങൾക്ക് അല്പം സിമ്പതി തോന്നുമായിരുന്നു. ഇന്നിപ്പോ ഉണ്ണിയുടെ പേരിൽ നിങ്ങളെക്കാൾ അവകാശം ഞങ്ങൾക്ക്. അതെ, അവകാശമാണ്. അച്ഛനും അമ്മയും വളർത്തി വലുതാക്കി പഠിക്കാൻ അയക്കുന്ന ഏത് കുട്ടിയുടെ മേലും നിങ്ങൾക്ക് ഒരുപാട് അവകാശമാണ്. കല്ലെറിയാനും കത്തിക്കാനുമല്ല അവനെ ആയുധമാക്കാം. കൊലമരത്തിലേക്ക് പോലും പറഞ്ഞയക്കാം. ഒരു കൊടിയും ഉച്ചത്ത് വിളിച്ചു പറയാൻ ഒരു മുദ്രാവാക്യവും ഇത്രയും കൊടുത്താൽ പിന്നെ നൊന്തു പെറ്റവർക്കുള്ളതിനേക്കാൾ അവകാശം നിങ്ങളെപ്പോലുള്ളവർക്കാണല്ലോ. അമ്മാവ, നിങ്ങൾ വെറുതെ ഇമോഷണലായിട്ട് കാര്യമില്ല. ഈ ഒരു കാര്യത്തിൽ പാർട്ടിയുടെ താല്പര്യം നിങ്ങൾ അംഗീകരിച്ചേ മതിയാവൂ. നിങ്ങളുടെ ഈ പ്രസംഗം കേട്ടാൽ ആവേശം കൊള്ളുന്ന ഒരാളെ ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവകാശം പറഞ്ഞുറപ്പിക്കുന്നതിനിടയിൽ അവൻ മരിച്ചു കിടക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകുന്നു. അവന്റെ പൊള്ളിക്കരിഞ്ഞ ശരീരം ഇനി ഊരു ചുറ്റാൻ വിട്ടുതരില്ല. അത് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. യു മേ പ്ലീസ് ഗോ. ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പൊ എവിടുന്ന് പോണം? പോയി വണ്ടി തിരിച്ചെടു. You will regret this. You will regret this. അത് ശരി. രാജ്യത്തുള്ള സകല പോലീസുകാരും കൂടെ ഇവിടെ വന്ന് കൂടിയാ പിന്നെ പുറത്തെങ്ങനെയൊക്കെ നടക്കാതിരിക്കും. സർ, ഈ സംഭവം ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ ബാധിക്കൂ? ഇരുട്ടടി പോലെയാണല്ലോ ചോദ്യം. നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നവും ഇപ്പോ നിലവിലില്ല. ഈ സർക്കാർ 5 വർഷം തികച്ചും ഭരിക്കും. സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതികരണം? ഓ, ഞെട്ടിപ്പോയെന്ന മറ്റോ എഴുതേണ്ട കൃഷ്ണനായരെ. സർ, ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പിന്നെ പതിവല്ലേ. ഒരു ഈച്ച ചത്താൽ അതിനും വേണം ജുഡീഷ്യൽ അന്വേഷണം. ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്നൊക്കെ തീരുമാനിക്കുന്ന സർക്കാരാ, പ്രതിപക്ഷമല്ല. ഇന്ന് രാത്രി ക്യാബിനറ്റ് കൂടുന്നുണ്ട്. സർ, പ്രൊഫഷണൽ കോളേജുകൾ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നതിനെ കുറിച്ച്? അത് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു കാര്യമേ സർക്കാരിന്റെ പരിഗണനയിലില്ല. ഇല്ലാത്ത പ്രശ്നത്തിന്റെ പേരിൽ പ്രതിപക്ഷം നടത്തിയ മുതലെടുപ്പ എല്ലാ കുഴപ്പത്തിനും കാരണം. റഷീദേ, തന്റെ ഡിസ്റ്റിലറിയുടെ കാര്യം ആകെ കുഴഞ്ഞു കിടക്കുക. അയ്യോ, ആ സൗന്ദര്യയിലിടും മറ്റേ ഗ്രൂപ്പുകാരൻ അയാളെ കയറിയിട്ട് ഉടക്കു വെച്ചു. ഡൽഹി കിടന്ന് എനിക്കെതിരായി കളിക്കാനായത്. അങ്ങനെയാണെങ്കിൽ അടുത്ത റീഷഫിളിന് അവന്റെ കയ്യിൽ നീ വകുപ്പെങ്കിലും എടുത്തു മാറ്റണം. വകുപ്പ് മാറ്റിക്കല്ല, എടുത്ത് പുറത്ത് കളയാനുള്ള കളി കളിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അതിന് കാലതാമസമൊന്നുമില്ല, നോക്കിക്കോ. പിന്നെ എന്താ ഈ എക്സൈസ് മന്ത്രിയുടെ കളികൾ? അതൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട്.
ഫോണുണ്ട് മലയാളരമേന്നാണ്. ആ ഞാനാണ് ജോർജെ. എല്ലാരോടും സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഏറിയ 15 മിനിറ്റ്. പിന്നെ പ്രതിപക്ഷത്ത് എന്താ തീരുമാനം? ഓഹോ, ആ ഡൽഹി ടു ബാംഗ്ലൂർ, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിൽ പോകുന്നു. അത് ശരി, ഇതിനിടെ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായോ? അത് ഞാൻ അറിഞ്ഞതേ ഇല്ല. അത് ഞാൻ ഉടനെ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ വിഷമിക്കണ്ട. ഓക്കെ, താങ്ക് യു. വിജയരാഘവന്റെ കളികൾ പത്രക്കാരും അറിഞ്ഞു. അത് പറയാനാ ജോർജ് വിളിച്ചത്. എവിടെയുണ്ട് ചാരായ മന്ത്രി? മിനിസ്റ്റർ ഓഫീസിലുമില്ല, വീട്ടിലുമില്ല. ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോ മുതൽ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുക. പോലീസ് എസ്കോർട്ട് ഇല്ലാതെയാ മുങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ എവിടെ നിന്നായാലും അയാളെ ഉടൻ തപ്പിയെടുക്കണം. പിന്നെ എന്തായി കൊച്ചു കൊച്ചു അവർ ഓപ്പറേഷൻ? 3 പേരാകുന്നുണ്ട്. ആ അത് മതി. എമർജൻസി അല്ലെങ്കിൽ ഇനി ഒരു കാൾ കണക്ട് ചെയ്യണ്ട, പ്രത്യേകിച്ച് പത്രക്കാരുടെ വിളികൾ. നാളത്തെ കാര്യം ബന്ദ് വേണോ ഹർത്താൽ വേണോ എന്നൊന്നും പ്രതിപക്ഷം ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ലെന്നാ മലയാളരമ പറഞ്ഞത്. ഈ മാസം തന്നെ ബന്ദ് 2 എണ്ണം കഴിഞ്ഞതുകൊണ്ട് ഇനി 3-മതൊരെണ്ണം കൂടി പറ്റില്ലെന്ന ഘടകകക്ഷികളുടെ സ്റ്റാൻഡ്. തർക്കം തീർന്നിട്ടില്ല. ജനങ്ങളെ കൂടുതൽ വെറുപ്പിക്കാതിരിക്കാനുള്ള സൽബുദ്ധി തോന്നട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ കമോൺ, എന്താണ് ഇവിടുത്തെ സംഭവങ്ങൾ? പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രകോപനമില്ലാതെ പിള്ളേര് പെട്ടെന്ന് വയലന്റ് ആവുകയായിരുന്നു. ആദ്യം കല്ലേറും, മൈൽഡ് എക്സ്പ്ലോസീവ്സ്, പിന്നെ സ്മോക്ക് ബാമ്പ്. ആ കൺഫ്യൂഷൻ ഇടയ്ക്ക ഈ ദുരന്തം. ഇത്രയൊക്കെ ഞാൻ ഇന്നലെ ഡൽഹി വെച്ച് തന്നെ അറിഞ്ഞ കാര്യങ്ങളാ. ഇങ്ങനെയൊക്കെ നടക്കാൻ പോകുന്നെന്ന് ഇന്റലിജൻസുകാർ അറിഞ്ഞതേയില്ലല്ലേ? An unpardonable failure. എക്സ്ക്യൂസ് മീ സർ, ആയിരക്കണക്കിന് കുട്ടികൾ കൂടുന്നതിന് നിരക്ക് എന്ത് നടന്നാലും നമുക്ക് എങ്ങനെ തടയാൻ കഴിയും സർ? നിങ്ങളുടെ ഈ ചോദ്യത്തിനൊക്കെ ഞാൻ ഉത്തരം പറയണമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഈ കളസോട്ട് നടക്കുന്നത്? മിടുക്കൻ. ആ മോൻ ഇവിടെ ഇരുന്ന് ഈ പോലീസ് മുറയൊക്കെ നോക്കി പഠിക്കണം. വലുതാകുമ്പോഴേ എടുത്ത് പ്രയോഗിക്കാനുള്ളതാ. ആ എന്താ ഇപ്പോഴത്തെ പൊസിഷൻ? അവിടെ ഇവിടെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നടന്നതൊഴിച്ചാൽ സ്ഥിതിഗതികൾ പൊതുവെ ശാന്തമാണ്. മേജർ കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരുത്തൻ സ്വയം കത്തി ചാമ്പലായതുപോലെ മേജർ കാഷ്വാലിറ്റി. ഒരു ദിവസം ഞാനിവിടെ ഇല്ലെങ്കിൽ ആകെ കുളവാകും. നിങ്ങളെ കൊണ്ടൊന്നും ഇത് നോക്കി നടത്താൻ പറ്റില്ലെന്നായിട്ടുണ്ടല്ലേ? നേരിട്ട് ഉത്തരവാദിത്വമുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ നടപടി ഉണ്ടാവും. സർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. യെസ്. IPS കേഡറിലുള്ളവരെ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയാൽ കൊള്ളാമായിരുന്നു. ഘടകകക്ഷിയുടെ നോമിനി ആയതുകൊണ്ട് തൽക്കാലം കമ്മീഷൻ രക്ഷപ്പെടും. പക്ഷേ കൺസേൺഡ് ASP സസ്പെൻഷനിൽ പോയേ പറ്റൂ. ആരാ ASP? മിസ്റ്റർ ജോൺ വർഗീസ്. നിങ്ങൾ ആരെങ്കിലും അയാളെ വിളിച്ച് 4 നല്ല വാക്ക് പറയൂ. പിന്നെ DYSP സർക്കിൾ തുടങ്ങി താഴോട്ടുള്ള എല്ലാവർക്കും സസ്പെൻഷൻ. ഇത് ചെയ്തെങ്കിലേ ഈ സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു എന്ന് പത്രക്കാരെഴുതൂ. ആഹാ, നിനക്കെന്താ ഇവിടെ മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് കാര്യം? അവൻ കാര്യങ്ങൾ ഓരോന്നായി ഗ്രഹിച്ചു തുടങ്ങട്ട പോലെ. ഭരണകാര്യങ്ങൾ പറയുന്നിടത്തല്ലാതെ ഇവൻ വേറെ എവിടെയാ നിൽക്കേണ്ടത്? ഇവന്റെ അച്ഛനെ ഞാൻ കണ്ടു ഡൽഹിയിൽ, രാജ്യസഭയിൽ അങ്ങനെ വിലസുക. എക്സൈസ് മിനിസ്റ്റർ എത്തിയിട്ടുണ്ട്. ആഹാ, വന്നോ? അയാളൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. റഷീദേ, താൻ അയാളുടെ ലൈനൊന്ന് അറിഞ്ഞു വാ. മാധവ, താൻ ആ കൊച്ചു കോശിയെടുത്തിരിക്കേ. ആ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി.